ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ കുറിച്ചാണ്. ചാപ്റ്ററിൻ്റെ കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് ഫസ്റ്റ് ചാപ്റ്ററാണ്. നമുക്കതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയേണ്ടത് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രൂപ്പ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് കോമൺ പ്രോപ്പർട്ടി വരുന്ന എല്ലാ ഫംഗ്ഷനെയും കൂടെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കോമൺ പ്രോപ്പർട്ടി വരുന്ന എല്ലാത്തിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്ത് എല്ലാ ഒബ്ജക്റ്റിനെയും ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സെറ്റ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഈ സെറ്റിൻ്റെ അകത്ത് തന്നെ എന്ത് കാണും, അത് തമ്മിൽ എന്തെങ്കിലും ഒരു കോമൺ റിലേഷനോ ആ കളക്ഷൻ നമ്മളൊരു സെറ്റിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും ഒരു സെറ്റിൻ്റെ അകത്ത് ഉണ്ടാവുക. അത് തമ്മിലൊരു കോമൺ എന്ത് കാണും, കോമൺ റിലേഷൻ കാണും. ഇനി അടുത്ത് വരുന്നത് സെറ്റ്സ് ആൻഡ് ദെയർ റെപ്രസെൻറ്റേഷൻ. അതായത് ഒരു സെറ്റിനും അതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് അടുത്തത്. അതിൽ തന്നെ നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മൾ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒന്ന് റോസ്റ്റർ ഫോമിലും ഒന്ന് സെറ്റ് ബിൽഡർ ഫോമിലും. ഈ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ്, അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടോ, ഇപ്പോൾ A ഡബിൾ ബ്രാക്കറ്റ് ഉപയോഗിച്ചാണ് നമ്മളൊരു സെറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 1 2 3 ഇങ്ങനെ എഴുതുന്നതോ, അല്ലെങ്കിൽ A, B, C എന്നൊക്കെ കാണിക്കുന്നത്. ഇതെല്ലാത്തിനെ നമുക്ക് എന്തായിട്ട് പറയാം, ഒരു സെറ്റായിട്ട് പറയാം. ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് എഴുതാൻ, റോസ്റ്റർ ഫോമിലാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. ഈ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു സെറ്റിനെ ഡയറക്റ്റായിട്ട് നമ്മൾ എഴുതി റെപ്രസെൻ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റോസ്റ്റർ ഫോം. അതിൽ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം സെറ്റിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. ഇനി അതേപോലെ സെറ്റ് ബിൽഡർ ഫോമിലാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ എന്തേ ചെയ്യത്തുള്ളൂ, അതിൻ്റെ പ്രോപ്പർട്ടി ഡിസ്ക്രൈബ് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത് ഇവിടെ തന്നേക്കുന്നത്. A = x. എക്സ് എന്ന് പറഞ്ഞാൽ എന്താവാം, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4. 4ന് താഴെയുള്ള എല്ലാ നാച്ചുറൽ നമ്പർ ഏതായിട്ട് വരാം, ഈ എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് വരാം. അപ്പോൾ അതിൽ എങ്ങനെ വരും, A = ഇതിൻ്റെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോസ്റ്റർ ഫോം എഴുതാൻ പറ്റും. ഇതിൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 തൊട്ടായിരിക്കും തുടങ്ങുന്നത്, അവസാനം ഇൻഫിനിറ്റി വരെ പോകും. നമുക്കിവിടെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, <4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മാക്സിമം ഏതുവരെ പോകത്തുള്ളൂ, 4ന് താഴെ വരെ പോകത്തുള്ളൂ, 4 വരത്തില്ല. അപ്പോൾ 1 വരും, അടുത്ത് 2 വരും, 3 വരും. നമുക്ക് അടുത്ത് എന്ത് വരത്തില്ല, 4 വരത്തില്ല. അപ്പോൾ നമ്മൾ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന സെറ്റ് ബിൽഡർ ഫോമിൻ്റെ റോസ്റ്റർ ഫോമാണ് നമ്മളിങ്ങനെ എഴുതുന്നത്. അതേപോലെ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമോ റോസ്റ്റർ ഫോമോ എഴുതാനായിരിക്കും. ചിലപ്പോൾ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്റർ ഫോം എഴുതാനായിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ക്വസ്റ്റ്യനും വരുന്നത്. അപ്പോൾ അതെല്ലാവരും നോക്കിയിട്ട് പോവാം. ഇത് എളുപ്പമാണ്. ആ ഫംഗ്ഷൻ അതിൻ്റെ എന്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതിനെ നമ്മൾ നോക്കി അങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഇത് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. അതിന് മുന്നേ നമുക്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ കിട്ടാനായിട്ടാണ് ഞാൻ കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ടുള്ളത്. ഈ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്ന് പറയുന്ന ഇതിൻ്റെ സെറ്റ് എങ്ങനെ എഴുതുമെന്നുള്ളതാണ് ഞാൻ അടുത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും, 1 വരും. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 3 5 7 9 9 ആയിരുന്നു, 11 ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ എന്താ കണ്ടീഷൻ വന്നിങ്ങനെ ലെസ് ദാൻ 10 ആയതുകൊണ്ട് നമ്മൾ എന്ത് വരെ എടുക്കത്തുള്ളൂ, 9 വരെ എടുക്കുന്നുള്ളൂ. ഇനി അതേപോലെ തന്നെ അടുത്തത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൈം ഫാക്ടർ ഓഫ് 210. പ്രൈം ഫാക്ടർ ഓഫ് 210 നമുക്ക് എന്താക്കാം, സെറ്റാക്കാം. ഇത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 210 എഴുതി പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 കിട്ടും, 3 കിട്ടും, 5 കിട്ടും, 7 കിട്ടും. ഇതൊക്കെ അതിൻ്റെ എന്താണ്, ഇതെല്ലാം അതിൻ്റെ സെറ്റിൻ്റെ അകത്ത് വരുന്നത്. ഇത് ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന എലമെൻറ്റ്സ് ആണ് 2ഉം 3ഉം 5ഉം 7ഉം. അതേപോലെ തന്നെ സൊല്യൂഷൻ ഓഫ് x² - 5x + 6 = 0. ഇതും നമുക്ക് എന്തായിട്ട് എഴുതാം, ഇങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. x = x/x is a solution of x² - 5x + 6 = 0 എന്ന് എഴുതിയാൽ അതിൻ്റെ റോസ്റ്റർ ഫോമിൻ്റെ അകത്ത് എന്ത് വരും, 2, 3 ആയിരിക്കും അതിൻ്റെ റോസ്റ്റർ ഫോമിൻ്റെ അകത്ത് വരുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ നമ്പേഴ്സ് മാത്രമല്ല, നമുക്കിതാ ഇത് റിവേഴ്സിൻ്റെ നെയിം, ഇന്ത്യയിലുള്ള റിവേഴ്സിൻ്റെ നെയിം എന്ത് എഴുതാം, ഇങ്ങനെ അതിൻ്റെ പേര് എഴുതി പോയാൽ ഇതിനെന്ത് ചെയ്യാം, സെറ്റാക്കാൻ പറ്റും. അതേപോലെ തന്നെ വേരിയസ് കൈൻഡ് ഓഫ് ട്രയാങ്കിൾ. അതിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ വരാം, റൈറ്റ് ട്രയാങ്കിൾ വരും, അതേപോലെ തന്നെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരും,
സ്കെയിലൻ ട്രയാങ്കിൾ വരും. അങ്ങനെ കുറേ ട്രയാങ്കിൾ നമുക്ക് വരും. അതിനെല്ലാം കൂടെ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, അതിനെ ഒരു സെറ്റാക്കി എഴുതാം. അതായത് ഒരേ പ്രോപ്പർട്ടി വരുന്ന എല്ലാ സാധനത്തിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്നതാണ് നമുക്ക് സെറ്റ്. അതിൻ്റെ അകത്തുള്ള എല്ലാ എലിമെൻറ്റ്സിൻ്റെയും പ്രോപ്പർട്ടി എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇതിൻ്റെ അകത്തുള്ള പ്രോപ്പർട്ടി എന്താ, ഓഡ് നമ്പർ ലെസ് ദാൻ 10. ഓഡ് നമ്പേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ള എല്ലാം. അത് ലെസ് ദാൻ 10 എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. അതേപോലെ തന്നെ വേരിയസ് കൈൻഡ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എല്ലാ ട്രയാങ്കിളും കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഓരോരോ ടൈപ്പിലുള്ള ട്രയാങ്കിളിനെ പറയുന്ന വരുമ്പോഴാണ് ഇതാവുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കണ്ടീഷൻ എന്താണ്, ഇതിൻ്റെ അകത്തുള്ള എല്ലാം ട്രയാങ്കിൾ ആയിരിക്കണം. അതേപോലെ തന്നെ വൗവൽസ് വരാം, റിവർ വരാം, അങ്ങനെ എന്ത് വേണം, നമുക്ക് ഒരേ പ്രോപ്പർട്ടിയുള്ള എല്ലാത്തിനെയും നമുക്ക് എന്താക്കാം, സെറ്റാക്കാൻ പറ്റും. ഈ സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ കൂടുതൽ അറിയേണ്ട കാര്യങ്ങളാണ്. ഇതിൽ എന്ന ഡിനോഷൻ വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എല്ലാം എന്തായിരിക്കും, നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഇതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യണമെല്ലാം നാച്ചുറൽ നമ്പർ ആയിരിക്കും. അതേപോലെ തന്നെ ഇസഡ് വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യണമെല്ലാം എന്തായിരിക്കും, ഇൻറ്റിജേഴ്സ് ആയിരിക്കും. നമ്മൾ ഇസഡിനെ 2 ടൈപ്പിൽ ഡിനോട്ട് ചെയ്യും. അത് വെറും ഇസഡ് കൊടുത്താൽ നമുക്ക് അതിൻ്റെ അകത്ത് എന്തും വരും, പോസിറ്റീവ് നമ്പേഴ്സും വരും, നെഗറ്റീവ് നമ്പേഴ്സും വരും. പക്ഷേ ഇസഡ് പോസിറ്റീവ് എന്നാണ്, ഇസഡ് പ്ലസ് എന്നാണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്തെന്നേ വരുള്ളൂ, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രമേ വരുള്ളൂ ഇസഡ് പ്ലസ് എന്ന് കൊടുത്താൽ. അല്ല ഇസഡ് മൈനസ് എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തേ വരുള്ളൂ, നെഗറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരത്തുള്ളൂ. അതേപോലെ തന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ്, എല്ലാ റാഷണൽ നമ്പേഴ്സിനെയും കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് വരാം, പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം. അപ്പോൾ ക്യൂ പ്ലസ് കൊടുത്താൽ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ക്യൂ മൈനസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും, അതിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ റിയൽ നമ്പേഴ്സിൽ വരാം. റിയൽ നമ്പേഴ്സ് എന്താവാം, എല്ലാ റിയൽ നമ്പേഴ്സിനെയും നമുക്കൊരു സെറ്റാകാം. അതിൽ തന്നെ റിയലിൽ പ്ലസ് കൊടുത്താൽ അതായിരിക്കും, റിയൽ നമ്പേഴ്സ് തന്നെ പോസിറ്റീവ് ആയിരിക്കും. ആർ മൈനസ് കൊടുത്താൽ അതെന്തായിരിക്കും, റിയൽ നമ്പേഴ്സ് തന്നെ നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. നാച്ചുറൽ നമ്പറിനെ വെച്ചിട്ടും ഇസഡ് ഇൻറ്റിജേഴ്സിനെയും ക്യൂ റാഷണൽ നമ്പേഴ്സിനെയും ആർ റിയൽ നമ്പേഴ്സിനെയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റാണ്. അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്സിൽ ആദ്യം വരുന്നത് എം ടി സെറ്റ്. എം ടി സെറ്റിനെ നമ്മൾ നൾ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. നൾ നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് എഴുതുന്നത്. നൾ എന്ന് പറയുന്ന സിമ്പിൾ വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഈ നൾ എന്ന് ഡിനോട്ട് ചെയ്യണത് ഇങ്ങനെയാണ് നൾ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ എന്തില്ല, ഒരു നമ്പറും ഇല്ലെങ്കിൽ ആ സെറ്റ് എം ടി സെറ്റാണ്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു ഒബ്ജക്റ്റോ എലമെൻറ്റോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എം ടി സെറ്റ്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ദ സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 5 ആൻഡ് ലെസ് ദാൻ 5. ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കണം, ലെസ് ദാൻ 5 ആയിരിക്കണം. അങ്ങനെ ഒരു റിയൽ നമ്പേഴ്സ് എന്തായാലും ഇല്ല. അപ്പോൾ ആ സെറ്റ് എന്തായിരിക്കും, നൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് എം ടി സെറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി അതേപോലെ തന്നെ അടുത്ത് വരുന്ന ക്ലാസിഫിക്കേഷനാണ് ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റ്. ഇത് പേര് തന്നെ എല്ലാം ഉണ്ട്. എം ടി സെറ്റിൽ തന്നെ നമുക്കറിയാം, എം ടി ആയിട്ടുള്ള സെറ്റിനെ എം ടി സെറ്റ് എന്ന് പറയും. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ, ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്കറിയാം കൗണ്ടബിൾ നമ്പേഴ്സ് ഉള്ളതാണ്. അതായത് നമുക്ക് ഇതിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് വരുമെന്ന് അറിയാമെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. ഇല്ല അത് ഇൻഫിനിറ്റിയിലാണ് ചെന്ന് തീരുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, ഇൻഫിനിറ്റി സെറ്റ് എന്ന് പറയാം. അപ്പം അൺലിമിറ്റഡ് എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ ഇൻഫിനിറ്റി സെറ്റ് എന്നും, ഫൈനൈറ്റ് നമ്പർ അല്ലെങ്കിൽ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയും, ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പറയും. അതിൻ്റെ അകത്ത് ഒരു സെറ്റിൻ്റെ അകത്ത് ഒരു എലമെൻറ്റും ഇല്ലെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയും, എം ഡി സെറ്റ് എന്ന് പറയും. ഇത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമുക്ക് എന്തൊക്കെ കൺസിഡറേഷനാണ് അവിടെ ഉള്ളത് അതിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ഉണ്ടാകുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് എന്ന്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തില്ലാത്ത ഒരു എലമെൻറ്റും കാണത്തില്ല, എല്ലാ എലമെൻറ്റും ഉൾപ്പെടുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പം യു എന്ന് പറയുന്ന സെറ്റ്, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. യു എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ആണ്. എ എന്ന് പറഞ്ഞാൽ 1 2 ആണ്. അപ്പം ഈ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ടുള്ള 1 2 3 4ൻ്റെ അകത്തുള്ള എല്ലാ എലമെൻറ്റും എന്തുണ്ട്, ഈ അതിൻ്റെ അകത്തുള്ള എലമെൻറ്റ് മാത്രമാണ് ഈ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതേപോലെ ഇപ്പം ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 3 4 1 ആണ് എന്ന് വെച്ചോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത്, അല്ലാതെ ഇപ്പോൾ ഒരു 7 വന്നാൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ല, ഈ യു എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അവൻ്റെ ഈ
യുവിൻ്റെ അകത്തുള്ള എലമെൻറ്റ് മാത്രമേ നമ്മളെ എവിടെ വരാവൂ, നമ്മളെ എക്സാമ്പിൾ ഏതെങ്കിലും സെറ്റിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ ഒരു സെറ്റിൻ്റെ അകത്ത് വരാവൂ. അങ്ങനെ വരുന്ന സെറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് അതിൻ്റെ അകത്ത് ഇല്ലാത്ത ഒരു എലമെൻറ്റും ഈ സെറ്റ് ബാക്കിയുള്ള സെറ്റുകളിൽ കാണാൻ പാടില്ല. അങ്ങനത്തെ എലമെൻറ്റിനെ, അങ്ങനത്തെ സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തറിയാനുള്ളത് സബ്സെറ്റാണ്. സബ്സെറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഒരെണ്ണത്തിൻ്റെ സബ്സെറ്റാണ് മറ്റേത് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് ആയിരിക്കണം വേറൊരു സെറ്റിന്. ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് സബ്സെറ്റിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് ആണ് ഇവിടെ 1 2 എന്ന് തന്നേക്കണേ. ബി എന്ന് പറയുന്ന സബ്സെറ്റിൻ്റെ എലിമെൻ്റ് ആണ് 1 2 3 4 എന്ന് തന്നേക്കണേ. ഇപ്പോൾ ഈ ബി എന്ന് പറഞ്ഞാൽ ബിയുടെ സബ്സെറ്റാണ് ഈ എ എന്ന് പറയണമെങ്കിൽ ഈ ബിക്കകത്തുള്ള എലമെൻ്റ് അല്ലേ 1 ഉം 2 ഉം, ആ രണ്ട് എലമെൻറ്റും തന്നെ ആയിരിക്കണം എക്കകത്ത് ഉണ്ടാവേണ്ടത്. എങ്കിലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ സബ്സെറ്റാണ്, ബിയുടെ സബ്സെറ്റാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് സി എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തേ വരുള്ളൂ, 1 3 4 ആണ് വരണമെങ്കിൽ, 1ഉം 3ഉം 4ഉം ആണ് അതിൻ്റെ അകത്തുള്ള എലമെൻ്റ് എങ്കിൽ നമുക്ക് പറയാം സി എന്ന് പറയുന്ന ആരുടെ സബ്സെറ്റാണെന്ന് പറയാം, ബിൻ്റെ സബ്സെറ്റാണ് സി എന്ന് പറയാം. അല്ല ഈ ബിക്കകത്തുള്ള വാല്യൂസ് അല്ല ഇതിൻ്റെ അകത്ത് വരണമെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ 3ഉം 4ഉം 7ഉം ആണ് വരണമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല, ഈ സി എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ യൂണിവേഴ്സൽ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ എന്തെന്ന് എഴുതണം, യൂണിവേഴ്സൽ സെറ്റ് യു ഈക്വൽ ടു സെറ്റ് ഓഫ് 1, എയിലുള്ള 1ഉം 2ഉം വരണം, ബിയിലും എന്തുണ്ട് 1ഉം 2ഉം ഉണ്ട്, ബിയിൽ 1ഉം 2ഉം കൂടാതെ 3ഉം 4ഉം ഉണ്ട്. അത് കഴിഞ്ഞ് സിയിൽ എന്തുണ്ട് 3 4 തന്നെ ഉള്ളൂ. ഡി എന്ന് പറയുന്ന സബ്സെറ്റിനകത്ത് എന്തുണ്ട് 3ഉം 4ഉം 7ഉം ഉണ്ട്. 7ഉം കൂടെ വരുമ്പോൾ കിട്ടുന്ന സെറ്റാണ് നമ്മളെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് മനസ്സിലായി, സബ്സെറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ. ഇനി സബ്സെറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ അറിയാനുണ്ട്, അത് നമുക്ക് അടുത്ത് നോക്കാം. സബ്സെറ്റിൻ്റെ അടുത്തതെന്ന് പറഞ്ഞാൽ സബ്സെറ്റ്. സബ്സെറ്റ് തന്നെ 3 ടൈപ്പിലുണ്ട്, 4 ടൈപ്പിലുണ്ട്. ആദ്യത്തേന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇൻ്റർവെൽ. ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തതും രണ്ടാമത്തതും നമ്മളിപ്പം ഒരു സെറ്റ് എഴുതി, സെറ്റ് ഓഫ് 1 2 3 എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതി. ഇതിൻ്റെ അർത്ഥം 1 തൊട്ട് 3 വരെ എന്നാണ്. ഇതിൻ്റെ അകത്ത് എന്ത് വരത്തില്ല, ഈ 1ഉം 3ഉം എന്ത് ചെയ്യത്തില്ല, ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തേ വരുള്ളൂ, ഈ സെറ്റിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളൊരു സെറ്റ് എഴുതിയാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്ത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ളത് മാത്രമേ ഇൻക്ലൂഡ് ആവുള്ളൂ എന്നാണ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് സിമ്പിൾ ബ്രാക്കറ്റ്. ഇവിടെ സിമ്പിൾ ബ്രാക്കറ്റാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ, ഇതാണ് സിമ്പിൾ ബ്രാക്കറ്റ്. ഇതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ, അതിൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സോ അല്ലെങ്കിൽ എലമെൻസോ മാത്രമേ എന്തായിട്ട് കിട്ടത്തുള്ളൂ, നമ്മളെ സെറ്റിൻ്റെ എലമെൻസ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി അടുത്തുള്ളത് ക്ലോസ്ഡ് ഇൻ്റർവെൽ. ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഞാൻ നേരത്തെ പോലെ തന്നെ 2ഉം 3ഉം എഴുതി. ക്ലോസ്ഡ് ഇൻ്റർവെൽ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ബ്രാക്കറ്റ് ഉപയോഗിക്കണം, സ്ക്വയർ ബ്രാക്കറ്റാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ 2 to 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2 വരും 3 വരും. ഇനിയിപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ 2 to 8 ആണെന്ന് പറയാം, 2 വരും 3 വരും 4 വരും 5 വരും 6 വരും 7 വരും 8ഉം വരും. അതായത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലിനാണെന്ന് പറയണമെങ്കിൽ ആ ഏത് തൊട്ടാണോ പറയുന്നത് അതും അതിൻ്റെ ഇടയ്ക്കുള്ളത് ഇതിൻ്റെ എലമെൻറ്റും വരും. അതായത് ഇപ്പം 2 തൊട്ട് 8 വരെ എന്നാണ് പറയണമെങ്കിൽ 2ഉം വരും 8ഉം വരും, പിന്നെ അതിൻ്റെ ഇടയിലുള്ള എലമെൻസും വരും. പക്ഷേ ഓപ്പൺ ഇൻ്റർവെല്ലിന് എന്ത് വരത്തില്ല, ആ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എലമെൻസ് എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. ഇനി നമുക്ക് ഈ ഓപ്പൺ ഇൻ്റർവെല്ലിനെ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിനെയും വെച്ച് തന്നെ 2 എണ്ണം കൂടെ പറയാം. അതായത് ഞാനിപ്പം പറഞ്ഞ ഇൻ്റർവെൽ തന്നെ എടുക്കാം, 2ഉം 8ഉം. അപ്പോൾ ഫ്രണ്ടിൽ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ക്ലോസ്ഡ് ഇൻ്റർവെല്ലും കൊടുത്തു, ബാക്കിൽ എന്ത് ചെയ്തു, ഓപ്പൺ ഇൻ്റർവെല്ലുമാണ് കൊടുക്കുന്നതെന്ന് വെച്ചോ. എങ്കിൽ നമ്മൾ ആൻസർ എങ്ങനെ വരുമെന്ന് നോക്കാം. ഫ്രണ്ടിൽ ഏത് ഇൻ്റർവെല്ലാണ് കൊടുത്തേക്കുന്നത്, നമ്മൾ ഓപ്പൺ ഇൻ്റർവെല്ലാണ് ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് വരും, 2 നമ്മൾ എന്ത് ചെയ്യും, സെറ്റിലെടുക്കും. 2 വരും 3 വരും 4 വരും 5 വരും 6 വരും 7 വരും. അടുത്ത് 8 വരുമോ, 8 എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. കാരണം എന്താ, ഇവിടെ
ഓപ്പൺ ഇൻ്റർവെലാണ് കിടക്കുന്നത്. ഓപ്പൺ ഇൻ്റർവെൽ വന്നാൽ എന്ത് ചെയ്യത്തില്ല, നമ്മൾ 8നെ എടുക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ സബ്സെറ്റ് എന്തൊക്കെയാണ്? 2ഉം 3ഉം 4ഉം 5ഉം 6ഉം 7ഉം ആയിരിക്കും ഇതിൻ്റെ സബ്സെറ്റ്. ഇതേ കാര്യം തന്നെ നമ്മൾ അടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ആദ്യം എന്ത് ചെയ്യാം? ഓപ്പൺ ഇൻ്റർവെൽ കൊടുക്കാം. ആദ്യം ഓപ്പൺ ഇൻ്റർവെല്ലും ലാസ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവെല്ലുമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫസ്റ്റ് ഡിജിറ്റ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സെറ്റ് ഏതോട്ടായിരിക്കും തുടങ്ങുക? 3 തൊട്ടായിരിക്കും തുടങ്ങുക. 3, 4, 5, 6, 7, 8 വരുമോ? 8ഉം വരും. കാരണം എന്ത് ഇൻ്റർവെലാണ് കിടക്കുന്നത് അവിടെ? ക്ലോസ്ഡ് ഇൻ്റർവെലാണ് കിടക്കുന്നത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണെങ്കിൽ നമുക്ക് എന്ത് വരും? ആ ലാസ്റ്റ് ഡിജിറ്റും ലാസ്റ്റ് എലമെൻറ്റും എന്ത് ചെയ്യുക? നമ്മൾ ആ സെറ്റിൻ്റെ അകത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇതിൻ്റെ ഗ്രാഫ്. അതായത് ഓപ്പൺ ഇൻ്റർവെൽ ആണെങ്കിൽ ഇതാണ് ഓപ്പൺ ഇൻ്റർവെൽ. ഓപ്പൺ ഇൻ്റർവെൽ ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ഈ എയും ബിയും എടുക്കത്തില്ല. ഈ നീല പോർഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അതിൻ്റെ എലമെൻ്റ് ആയിട്ട് എടുക്കത്തുള്ളൂ. ഇനി ക്ലോസ് ഇൻ്റർവെൽ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ എ തൊട്ട് ബി വരെ എടുക്കും. എയും എടുക്കും, ഈ ബ്ലാക്കിലെ എയും എടുക്കും, ഈ നീല ബി എ തൊട്ട് ബി വരെ ഉള്ളതും എടുക്കും, ഈ ബിയും എടുക്കും. പക്ഷേ ആദ്യം ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എയും ഓപ്പൺ ഇൻ്റർവെൽ ബിയും ആണെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ? എ എടുക്കും, പക്ഷെ എന്ത് ചെയ്യത്തില്ല? ഈ എയും അതിൻ്റെ ഇടയിൽ ബിറ്റ്വീനുള്ളതും എടുക്കും, അവസാനത്തെ ബി എടുക്കത്തില്ല. അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ ഈ ഇവിടെ എന്ത് ചെയ്യും? എ എടുക്കത്തില്ല, പക്ഷെ അതിൻ്റെ ഇടയിലുള്ള എലമെൻറ്റ്സ് ഫുള്ള് എടുക്കും, അവസാനത്തെ ബി എന്ന് പറഞ്ഞ എലമെൻറ്റും എടുക്കും. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? സബ്സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്താണ് വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇത് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയഗ്രത്തിനെയാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മളിത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ബോക്സിലാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? യു ചെയ്തു. കാരണം ഈ ബോക്സിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻസിനെയും ചേരുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് പഠിച്ചു. എല്ലാ എലമെൻസും അടങ്ങിയിട്ടുള്ള ഒരു സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യുവിൻ്റെ വാല്യൂ ആണ് ഈ ഗ്രാഫ് ചെയ്യുന്ന ഫുള്ളായിട്ട് കിട്ടുന്നത്. ഇനി ഇതിൽ ഓരോ സെറ്റിനെയും നമ്മൾ എങ്ങനെ സർക്കിൾ വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഓരോ സെറ്റിനെയും നമ്മൾ എന്തായിട്ട് വെച്ച് ഡിനോട്ട് ചെയ്യും? സർക്കിൾ വെച്ച് ഡിനോട്ട് ചെയ്യും. ഇതിപ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റാണെങ്കിൽ ഇത് ബി എന്ന് പറയുന്ന ഒരു സെറ്റായിരിക്കും, ഇത് സി എന്ന് പറയുന്ന ഒരു സെറ്റ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എന്തായിട്ടാണ് സർക്കിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പം എയും ബിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ട്. അതായത് എയിൻ്റെ കുറച്ച് എലമെൻ്റ് എന്തിലും ഉണ്ട്. ഇപ്പം എ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് 1, 2, 3 ഉണ്ട്. 1, 2, 3 ഉണ്ട്. ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് 2, 4, 5 ഉണ്ടെന്ന് വെച്ചോ. എങ്കിൽ നമ്മൾ ഇതിനെങ്ങനെ ഡിനോട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ എ എന്ന് പറയുന്ന സെറ്റ് വരയ്ക്കും. എ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? എ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് 1, 2, 3. ഞാൻ ഇവിടെ 1 മാർക്ക് ചെയ്തു, ഇവിടെ 2 മാർക്ക് ചെയ്തു, ഇവിടെ 3 മാർക്ക് ചെയ്തു. ഇവിടെ ആയിട്ട് ഒരു 2 മാർക്ക് ചെയ്തു, ഇവിടെ 3 മാർക്ക് ചെയ്തു. ഇനി അടുത്ത സെറ്റ് ബി, ഇതാണ് എ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് എന്ത് ചെയ്ത് കൊടുക്കാം? എ എന്ന് എഴുതി കൊടുക്കാം. ഇനി അടുത്ത് ബി മാർക്ക് ചെയ്യുകയാണ്. ബിയിൽ എന്തുണ്ട്? ഈ 2ഉം കൂടെ ചേർന്നാണ് എന്ത് വരുന്നത്? ബി വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ബി വരയ്ക്കുമ്പോൾ ഈ 2വിനെയും കൂടെ ചേർത്തിട്ട് വരയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ബി കിട്ടും. ബിയിൽ ഇനി എന്തൊക്കെ ഉണ്ട്? 4ഉം 5ഉം ഉണ്ട്. ഇതാണ് നമ്മളെ ബി. അപ്പോൾ ഈ എയിൽ കാണിച്ചേക്കുന്നതാണ് എ എന്ന് പറഞ്ഞ സെറ്റ്. വൈറ്റിൽ കാണിച്ചേക്കുന്നതാണ് എ എന്ന് പറഞ്ഞ സെറ്റ്, റെഡിൽ കാണിച്ചേക്കുന്നതാണ് ബിയിൽ വരുന്ന സെറ്റ്. ഇതിൽ രണ്ടിൽ കോമൺ ആയിട്ട് ഒരു നമ്പർ വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്ത് വരച്ചത്. ഇങ്ങനെ വരയ്ക്കുന്ന ഡയഗ്രത്തിനെ പറയുന്ന പേരാണ് വെൻ ഡയഗ്രം. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറയും പോലെ ഇതിൻ്റെ അകത്ത് സെറ്റിൻ്റെ അകത്ത് വരുന്ന ഓപ്പറേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സെറ്റിൻ്റെ അകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നതാണ് യൂണിയൻ. യൂണിയൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എന്ത് ചെയ്യാവുള്ളൂ? നമുക്കൊരു വെൻ ഡയഗ്രം വെച്ച് തന്നെ ഇത് ആദ്യം പഠിക്കാം. വെൻ ഡയഗ്രം ഞാൻ ഇവിടെ വരയ്ക്കുവാണ്. ഇതാണ് ഒരു
യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിചാരിച്ചു. ഇനി ഇതിൻ്റെ അത് ഞാൻ എന്ത് വരയ്ക്കാൻ പോവാണ്? ആദ്യം എ എന്ന് പറയുന്ന ഒരു സെറ്റ് വരയ്ക്കാൻ പോവാണ്. ഇതാണ് എ എന്ന് പറയുന്ന ഒരു സെറ്റ്. അതോടെ ഇനി അടുത്ത് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് വരയ്ക്കാൻ പോവാണ്. ഇതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ എനിക്ക് 2 സെറ്റ് കിട്ടി, എയും ബിയും. എയും ബിയും. ഇതാണ് എ, ഇതാണ് ബി. അപ്പോൾ ഇത് എയും ബിയും ഞാനിവിടെ വെൻ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തു. ഇനി യൂണിയൻ എടുക്കാൻ പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് കുറച്ച് ഭാഗമുണ്ട്, അതിനെയാണ് കോയിൻസൈഡ് ചെയ്ത് വരച്ചത്. ഇനി അത് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, നമുക്ക് ഏത് കണ്ടീഷൻ വേണം വരാം. അതല്ല നമുക്കിവിടെ പ്രധാനം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? യൂണിയൻ എന്താണെന്ന് പഠിക്കാം. യൂണിയൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്ത് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. 1, 2, 3 എന്ന് പറയുന്ന എലമെൻറ്റ്സ് ആണ് എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്തുള്ളത്. ബി എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്തുള്ളതാണ് 3, 4, 5. ഇതാണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്തതെന്ന് വെച്ചോ. ഇതിൽ എന്ത് കോമൺ ഉണ്ട്? 3 കോമൺ ഉണ്ട്. അപ്പോൾ 3 ആണ് ഇവിടെ വരുന്നത്, ബാക്കി എലമെൻ്റ് ആണ് ഇവിടെ വരുന്നതെന്ന് വെച്ചോ. അപ്പം നമ്മൾ എ യൂണിയൻ ബി, എ യൂണിയൻ ബി, ഇങ്ങനെയാണ് നമ്മൾ യൂണിയനെ ഡിനോട്ട് ചെയ്യണം. ഒരു യു പോലെ നടക്കുന്നത്. ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എ യൂണിയനെ ഡിനോട്ട് ചെയ്യണം. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്കകത്തുള്ള എല്ലാ എലമെൻറ്റും അതിൻ്റെ അകത്ത് വരും. എക്കകത്തുള്ള എല്ലാ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ എഴുതാം എ യൂണിയൻ ബി. യൂണിയനിൽ യു എന്നല്ല ഇതുള്ള യൂണിയൻ നമ്മൾ എഴുതാം. ഇവിടെ എങ്ങനെ വരും? എ യൂണിയൻ ബി ഈക്വൽ ടു എന്ത് വരും? സെറ്റ് ഓഫ് എക്കകത്തുള്ള എല്ലാ എലമെൻറ്റും വരും. എക്കകത്ത് ഇപ്പം എന്തൊക്കെയുണ്ട്? 1, 2 and 3 ആണ് എയിലുള്ളത്. ഇനി എക്കുള്ളത് മാത്രമല്ല, യൂണിയൻ എടുക്കുമ്പോൾ എന്തും വരും. എയിലുള്ളതും വരും, ബിയിലുള്ളതും വരും. അപ്പം ബിയിൽ എന്തൊക്കെയാണുള്ളത്? 3 ഉണ്ട്. 3 നമ്മൾ എയിൽ കൂടെ തന്നെ എഴുതി, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. 3 വരും, 4 വരും, 5 വരും, 6 വരും. അപ്പം എ യൂണിയൻ ബി എടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈ എക്കകത്തുള്ള സെറ്റ് എലമെൻറ്റ്സ് എല്ലാം വരും, ബിക്കകത്തുള്ള എലമെൻറ്റും വരും. ഇവിടെ എന്ത് ചെയ്യത്തില്ല? റിപ്പീറ്റേഷൻ വരത്തില്ല. ഇപ്പോൾ ഒരു എലമെൻറ്റ് 2 പ്രാവശ്യം വന്നെന്നും പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യില്ല? 2 പ്രാവശ്യം എഴുതത്തില്ല, ഒരു പ്രാവശ്യം എഴുതത്തുള്ളൂ. അപ്പോൾ എ യൂണിയൻ ബി എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുമെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണ ഇതിൻ്റെ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ഇതിൻ്റെ പ്രോപ്പർട്ടിയിൽ തന്നെ ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വരച്ച ഗ്രാഫ് തന്നെ ആലോചിച്ചാൽ മതി. ഒരു മിനിറ്റ്. നമ്മളിപ്പം വരച്ച ഗ്രാഫിൻ്റെ നമ്മളിപ്പം വരച്ച ഗ്രാഫിൻ്റെ തന്നെ ഒന്നും കൂടെ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഈ റെഡിൽ മാർക്ക് ചെയ്ത എയും ഈ വയലറ്റിൽ മാർക്ക് ചെയ്യണത് ബിയും ആണെങ്കിൽ, ഇത് എയും ഇത് ബിയും ആണെങ്കിൽ നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും വരുന്നത്? ഇത്രയും ഭാഗങ്ങളായിരിക്കും വരുന്നത്, ഇത്രയും പാർട്ടായിരിക്കും എ യൂണിയൻ ബിയിൽ വരുന്നത്. ഇനി ബി യൂണിയൻ എ എടുത്താലും എന്തേ വരത്തുള്ളൂ? 2 എടുത്താലും നമുക്ക് ഒന്നേ വരത്തുള്ളൂ. കാരണം എന്താ? എ യൂണിയൻ ബി എടുത്താലും എയിലുള്ളതും ബിയിലുള്ള ഫുൾ എലമെൻറ്റ്സ് വരും. ബി യൂണിയൻ എ എടുത്താലും എന്ത് വരും? എയിലുള്ളതും ബിയിലുള്ളതും, അല്ലെങ്കിൽ ബിയിലുള്ളതും എയിലുള്ള എല്ലാ എലമെൻറ്റ്സും വരും. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി മനസ്സിലായി. എ യൂണിയൻ ബി എടുത്താലും ബി യൂണിയൻ എ എടുത്താലും എന്തേ വരത്തുള്ളൂ? സെയിമേ വരത്തുള്ളൂ. ഇത് നമുക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി അടുത്ത 3 എണ്ണം ഉണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് 3 എണ്ണം ഉള്ള ഒരു ഫിഗർ വരയ്ക്കാം. കുറച്ചും കൂടെ വലുതായിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പം 3 സെറ്റാണ് നമുക്കിവിടെ ഉള്ളത്. ഇതാ ഫസ്റ്റ് സെറ്റ്. ഞാൻ ഫസ്റ്റ് സെറ്റ് ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇതെടുത്തതാ രണ്ടാമത്തെ സെറ്റ് മാർക്ക് ചെയ്തു. ഇതാ മൂന്നാമത്തെ സെറ്റ് മാർക്ക് ചെയ്തു. ഇപ്പം നമുക്ക് എ ബി സി എന്ന് പറഞ്ഞാൽ 3 സെറ്റാണ് ഞാനിവിടെ മാർക്ക് ചെയ്തതെന്ന് വെച്ചോ. ഈ 3 സെറ്റ് മാർക്ക് ചെയ്താൽ എ യൂണിയൻ ബി
ആദ്യം എന്ത് ചെയ്യും, എ യൂണിയൻ ബി എടുക്കും. ഈ റെഡ് എയും ഈ നീല ബിയും ആണെങ്കിൽ എ യൂണിയൻ ബി എടുക്കുമ്പോൾ എന്ത് കിട്ടും, ഈ റെഡിൻ്റെ അകത്തുള്ള ഫുൾ എലമെന്റ് വരും, അതുകൂടാതെ ഈ ബ്ലൂവിൻ്റെ അകത്തുള്ള ഫുൾ എലമെന്റും വരും. ഇത്രയായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി അടുത്ത് എന്ത് ചെയ്യാൻ പോകണം, എ യൂണിയൻ ബിയുടെ ആൻസർ നമുക്ക് കിട്ടി, ഈ എലമെന്റും ഫുള്ള് വരും, ഇതിൻ്റെ അകത്തുള്ള എല്ലാ എലമെന്റും വരും. അടുത്ത് യൂണിയൻ സി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അടുത്ത് സിന്റെ എല്ലാ എലമെന്റും കൂടെ വരും. അപ്പം നമുക്ക് എ യൂണിയൻ ബി യൂണിയൻ സിയിൽ എന്തൊക്കെ കിട്ടും, എയുടെ ഫുൾ എലമെന്റ് വരും, ബിന്റെ ഫുൾ എലമെന്റ് വരും, സിന്റെ ഫുൾ എലമെന്റ് വരും. ഇപ്പൊ എ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1 2 എന്ന് പറയുന്ന സെറ്റ് ആണെങ്കിൽ, ബി എന്ന് പറഞ്ഞാൽ 2 3 എന്ന് പറയുന്ന സെറ്റ് ആണെങ്കിൽ, സി എന്ന് പറഞ്ഞാൽ 3 4 എന്ന് പറയുന്ന സെറ്റ് ആണെങ്കിൽ, നമുക്ക് എ യൂണിയൻ ബി എടുക്കുമ്പോൾ എന്തെന്ന് കിട്ടും, എ യൂണിയൻ ബി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 2 and 3 കിട്ടും. എന്റെ 1 ഉം 2 ഉം ബിന്റെ 2 ഉം 3 ഉം കൂടെ കമ്പൈൻ ചെയ്ത് 1 2 3 എന്ന് കിട്ടും. അപ്പൊ അടുത്ത് എ യൂണിയൻ ബി യൂണിയൻ സി എടുക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്, എ യൂണിയൻ ബി തന്നെ എന്തുണ്ട്, 1 2 3 ഉണ്ട്. ഇനി സിയിൽ ഇതിൽ എക്സ്ട്രാ എന്തും കൂടെ വരും, 4 ഉം കൂടെ വരും. അപ്പൊ എന്ത് കിട്ടും, എ യൂണിയൻ ബി യൂണിയൻ സി കിട്ടും. ഇത് തന്നെയാണ് നമ്മളിവിടെ ഗ്രാഫ് വെച്ചും പറഞ്ഞത്. ഇനി അടുത്ത് പറയുന്നത് എ യൂണിയൻ ഫൈ. ഈ സിമ്പൽ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഫൈ ആണ് റെപ്രസെന്റ് ചെയ്യുക. ഫൈയുടെ സിമ്പൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ചതാണ്. എ യൂണിയൻ ഫൈ. ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എം ടി സെറ്റ് ആണ്. അപ്പോൾ ഒരു എം ടി സെറ്റിന്റെ യൂണിയൻ എടുത്താൽ ആ സെറ്റിൻ്റെ അകത്ത് ഒന്നുമില്ല, അപ്പം നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ, എ തന്നെ കിട്ടുള്ളൂ. ഇതിനെയാണ് പറയുന്നത് ലാ ഓഫ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ലാ ഓഫ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെറ്റ് ഒരു ഫൈ സെറ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു നൾ സെറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, യൂണിയൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സെറ്റേ കിട്ടുള്ളൂ, ആ സെറ്റ് തന്നെ കിട്ടത്തുള്ളൂ. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റാണ്, ഫൈ സെറ്റുമായിട്ട് എടുക്കണമെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റ് തന്നെ കിട്ടത്തുള്ളൂ. അതേപോലത്തെ ഒരു ലായാണ് ഒരു സെറ്റ് അതിൻ്റെ തന്നെ വേറൊരു സെറ്റുമായിട്ട് യൂണിയൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ, ആദ്യത്തെ സെറ്റ് തന്നെ കിട്ടത്തുള്ളൂ. കാരണം നമ്മളെ നമ്പേഴ്സ് ഒന്നും എന്ത് ചെയ്യത്തില്ല, നമ്പേഴ്സ് അല്ല നമ്മളെ എലമെന്റ്സ് ഒന്നും എന്ത് ചെയ്യത്തില്ല, റിപ്പീറ്റ് ചെയ്യത്തില്ല. നമുക്ക് എന്ത് തന്നെ കിട്ടത്തുള്ളൂ, എ തന്നെ കിട്ടത്തുള്ളൂ. പിന്നെ അതേപോലെ യു യൂണിയൻ എ. യു എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിവേഴ്സൽ സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ എടുത്താൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ, യൂണിവേഴ്സൽ സെറ്റാണ് കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് യൂണിയൻ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്തുള്ള ഏതൊക്കെ തമ്മിലാണ് യൂണിയൻ എടുക്കുന്നത് അതിൻ്റെ അകത്തുള്ള എല്ലാ എലമെന്റും പറഞ്ഞാൽ. ഇവിടെ യൂണിവേഴ്സൽ സെറ്റാണ് വന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തുണ്ട്, ഒരു സെറ്റിൻ്റെ അകത്തുള്ള എല്ലാ എലമെന്റ്സും വരുന്ന സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഏതിൻ്റെ യൂണിയൻ എടുത്താലും എന്തേ കിട്ടത്തുള്ളൂ, യൂണിവേഴ്സൽ സെറ്റ് തന്നെ കിട്ടത്തുള്ളൂ. ഇതാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത് നമുക്കുള്ളതാണ് ഇപ്പം നമുക്ക് എന്താ പഠിച്ചത്, നമ്മൾ യൂണിയൻ ആണ് പഠിച്ചത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇന്റർസെക്ഷൻ. ഇതിൽ ഇന്റർസെക്ഷനിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ആദ്യം ഒരു വെൻ ഡയഗ്രാം വെച്ച് തന്നെ കാണിച്ചു തരാം. വെൻ ഡയഗ്രാം ആദ്യം വരയ്ക്കാം. ഇപ്പൊ രണ്ട് സെറ്റ് ഉണ്ട്. ഇത് ഫസ്റ്റ് സെറ്റ്, ഇതാണ് നമ്മളെ വെൻ ഡയഗ്രാം എന്ന് വെച്ചോ. ഇവിടെ ഞാൻ ഇവിടെ എ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് സെറ്റ് വരച്ചു, ബി എന്ന് പറയുന്ന ഒരു സെക്കൻഡ് സെറ്റ് വരച്ചു. ഇത് തമ്മിൽ ഒരു കോമൺ എലമെന്റ് ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡയഗ്രാമാണ് ഞാൻ ഇവിടെ വരച്ചേക്കണേ എന്നാണെങ്കിൽ, ഇതിൽ എ ഇന്റർസെക്ഷൻ ബിയിൽ എന്തൊക്കെ വരും എന്ന് നമുക്ക് നോക്കാം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ കോമൺ ആയിട്ട് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ അത്രയും എലമെന്റ്സ് വരും. ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് ഏത് എലമെന്റാ ഉള്ളതാ, ഈ പോർഷനിലുള്ള എലമെന്റ്സ് ആയിരിക്കും ഇവിടെ കാണുന്നത്. അപ്പം എ ഇന്റർസെക്ഷൻ ബിയിലെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് വരയ്ക്കും, ഈ ഡയഗ്രാം ആയിരിക്കും വരയ്ക്കുന്നത്. ഇവിടെ യു മാർക്ക് ചെയ്ത് കൊടുക്കുക, ഇവിടെ എ എന്ന പേര് മാർക്ക് ചെയ്ത് കൊടുക്കുക, ഇവിടെ ബി എന്ന പേര് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് എ ഇന്റർസെക്ഷൻ ബിയിലെ വെൻ ഡയഗ്രാം. ഇനി അടുത്ത് നമുക്ക് തിയററ്റിക്കലി എങ്ങനെ വരുന്നു എന്ന് നോക്കാം. ബേസിക്കലി ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണോ അതാണ് സെലക്ട് ചെയ്യുന്നത്. അതിന്റെ സിമ്പലാണ് യുവിനെ തിരിച്ചിട്ട പോലത്തെ ഒരു സിമ്പലാണ് ഇന്റർസെക്ഷന്റെ സിമ്പൽ. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ അകത്തുള്ളതാണ് 1 2 3 4, അതാണ് എ എന്ന് വെച്ചോ. ബി എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് വരുന്നതാണ് 2 5 4
6. ഇതാണ് ബി എന്ന് പറയുന്ന ഒരു സബ്സെറ്റിൻ്റെ അകത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് രണ്ടിൽ കോമൺ ആയിട്ട് വരുന്നത് കിട്ടും. 1 എവിടെ ഉണ്ട്? ബി എന്ന് പറയുന്ന സെറ്റിലുണ്ടോ? ഇല്ല. 2 എവിടെയുണ്ട്? രണ്ടിടത്തും ഉണ്ട്. അപ്പോൾ 2 വരും. ഇനി 3 എന്തുണ്ട്? രണ്ടിടത്തും ഉണ്ടോ? ഇല്ല. 4 എന്തുണ്ട്? രണ്ടിടത്തും ഉണ്ടോ? ഇല്ല. പക്ഷെ 4 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2ഉം 4ഉം ആയിരിക്കും നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? ഇൻ്റർസെക്ഷൻ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിലും 2ഓ 3ഓ എത്ര സെറ്റ് വന്നാലും അതിൽ കോമൺ ആയിട്ട് എത്ര നമ്പർ വരുമോ അതിനെല്ലാം കൂടെ ചേർത്തൊരു സെറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ഇൻ്റർസെക്ഷൻ ബിയിലെ സെറ്റ് കിട്ടും. ഇനി നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഇതിലും എന്തുണ്ട്? കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. നേരത്തെ പഠിച്ച പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഫസ്റ്റത്തത് തന്നെ എ ഇൻ്റർസെക്ഷൻ ബിയിലതാണ്. നമുക്കത് ഗ്രാഫ് വരച്ച് തന്നെ നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബിയിലെ ഗ്രാഫ് നമുക്ക് ആദ്യം ഇത് പ്രോബ്ലത്തിൽ നിന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2ഉം 4ഉം കിട്ടി. ഇനി നമുക്കിവിടെ ഒരു ബി ഇൻ്റർസെക്ഷൻ എ എടുത്ത് നോക്കാം. ഇതിൽ തന്നെ ചെയ്ത് നോക്കാം. ബി ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാലും എന്ത് തന്നെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതല്ലേ അവിടെ എടുക്കുന്നത്. അപ്പം എന്തിൻ്റെ കിട്ടുള്ളൂ? 2ഉം 4ൻ്റെ സെറ്റല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ എയും എന്ത് തന്നെയാണ്? ഇതിൽ സെയിം തന്നെയാണ്. ഇപ്പോൾ ഗ്രാഫ് വരച്ചാൽ ഇനി നമുക്ക് വെൻ ഡയഗ്രാം വരച്ച് വേണമെങ്കിലും നോക്കാം. വെൻ ഡയഗ്രാം വരച്ച് നോക്കുവാണ്. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് മാർക്ക് ചെയ്തു. ഇവിടെ ബി എന്ന് പറയുന്ന സെറ്റ് മാർക്ക് ചെയ്തു. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്തേ വരത്തുള്ളൂ? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ആയിരിക്കും എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന പോർഷൻ. ഇനി ബി ഇൻ്റർസെക്ഷൻ എ എടുത്താലും എന്ത് പോർഷനേ വരുള്ളൂ? ഈ ഒരു പോർഷനേ വരുള്ളൂ. കാരണം രണ്ട് സെറ്റിൽ കോമൺ ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ എന്തായാലും ഓരോന്നെടുക്കുമ്പോഴും അങ്ങോട്ടും തിരിച്ചും മറിച്ചും എടുത്താലും എങ്ങനെ വരുള്ളൂ? ഒന്ന് തന്നെ വരുള്ളൂ. ഇനി അതേപോലെ തന്നെയാണ് 3 എണ്ണം വരുമ്പോൾ ഉള്ളത്. 3 എണ്ണം വരുമ്പോൾ ഉള്ളത് ആദ്യം നമുക്ക് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ ആദ്യം നോക്കാം. എ ഈക്വൽ ടു 1 2 എന്ന് പറയുന്നതാണ് എ എന്ന സെറ്റ്. ബി ഈക്വൽ ടു 2 3 എന്ന് പറയുന്നതാണ് ബി എന്ന സെറ്റ്. സി ഈക്വൽ ടു 4 3 എന്ന് പറയുന്നതാണ് സി എന്ന സെറ്റ്. അപ്പം ഇതിൽ നമുക്ക് എടുത്തു നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി. എയിലും ബിയിലും ഇൻ്റർസെക്ഷൻ ആദ്യം എടുക്കണം. എൻ്റെയും ബിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് പറയുന്ന സെറ്റ് കിട്ടും. ഇനി അതിന് അടുത്ത ഇൻ്റർസെക്ഷൻ ഏതായിട്ട് എടുക്കണം? സിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കണം. അപ്പോൾ ഇതിൽ മൂന്നിനും കോമൺ ആയിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? 5 സെറ്റ് കൊടുക്കും. ഇനി കോമൺ ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് ഇനി ഇവിടെ സി എന്ന് പറഞ്ഞ സെറ്റിൽ ഒരു 2ഉം കൂടെ ഉണ്ടായിരുന്നു എങ്കിലാ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബിയിൽ എന്തുണ്ട്? 2 എന്ന് പറയുന്ന സെറ്റാണ് കിട്ടിയത്. അതേപോലെ സിയിൽ എന്തുണ്ട്? 2 എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. അപ്പം എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് പറയുന്ന ഒരു സെറ്റായിരിക്കും കിട്ടുന്നത്. 2ൻ്റെ സെറ്റായിരിക്കും കിട്ടുന്നത്. ഇത് തന്നെയാണോ അടുത്ത് എ ബി ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ എ എടുക്കുമ്പോഴും കിട്ടുന്നതെന്നാണ് അടുത്ത് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ബി ഇൻ്റർസെക്ഷൻ സി എടുക്കുമ്പോൾ എന്ത് കിട്ടും? ബി ഇൻ്റർസെക്ഷൻ സി എടുക്കുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ടായിരിക്കും? 2 ഉണ്ട്. 2 കൂടെ ഉണ്ടെങ്കിൽ 2 ആയിരിക്കും ഉള്ളത്. ഇനി ഇൻ്റർസെക്ഷൻ അപ്പം ഇനി ഇൻ്റർസെക്ഷൻ എയും കൂടെ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇതിലും രണ്ടിലും ഇന്ന് കോമൺ ആയിട്ട് 2 ആണുള്ളത്. വീണ്ടും ഇൻ്റർസെക്ഷൻ എയിൽ നിന്നും കൂടെ എടുക്കുമ്പോൾ എന്ത് കിട്ടും? അവിടെ മൂന്നിലും കോമൺ ആയിട്ട് എന്തേ ഉള്ളൂ? 2 തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ രണ്ടിലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? രണ്ടിലും എന്ത് തന്നെ കിട്ടുന്നത്? സെയിം ആണ് കിട്ടുന്നത്. ഇനി ഗ്രാഫിൽ നോക്കി നോക്കാം. ഇതാണ് വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രത്തിൽ എ വരച്ചു, അടുത്ത് ബിയിലത് വരച്ചു, അടുത്ത് സിയിൽ വരച്ചു. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഏത് പാർട്ടായിരിക്കും കിട്ടുന്നത്? മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന ഈ പോർഷൻ ആയിരിക്കും കിട്ടുന്നത്. ഈ പോർഷൻ
ഇനി അടുത്ത് വരുന്നത് ഇത് രണ്ടിലും സെയിം ആയിട്ട് തന്നെ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ ഫൈവ് ഇൻ്റർസെക്ഷൻ എ, അതായത് ഒരു നൾ സെറ്റും എ എന്ന് പറയുന്ന ഒരു സെറ്റും കൂടി ഇൻ്റർസെക്ഷൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഒരു നൾ സെറ്റേ കിട്ടത്തുള്ളൂ. ഇനി അതേപോലെ യു ഇൻ്റർസെക്ഷൻ എ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? എ തന്നെ ആയിരിക്കും കിട്ടുന്നത്. കാരണം രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏതാണോ അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം കോമൺ ആയിട്ട് ഇവിടെ രണ്ടിലും ഏതായിരിക്കും? യൂണിവേഴ്സൽ സെറ്റിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ഇപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻറ്റ്സും എന്തിലും വരും? യൂണിവേഴ്സൽ സെറ്റിൻ്റെ അകത്തും വരും. അപ്പം ഈ യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ എ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എ എന്ന് പറഞ്ഞ സബ്സെറ്റ് ആയിരിക്കും കിട്ടുന്നത്. അടുത്ത് എ ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ നമുക്ക് എന്ത്? എ ഏതുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കണം? എ എന്ന് പറഞ്ഞ സെറ്റുമായിട്ട് തന്നെ ഇൻ്റർസെക്ഷൻ എടുക്കണം. അപ്പോൾ രണ്ടിലെ എലമെൻറ്റ്സ് എന്താണ്? സെയിം ആണ്. അപ്പോൾ അവിടെ എന്ത് തന്നെ കിട്ടത്തുള്ളൂ? എ തന്നെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി, ഇവിടെ എന്ത് വരുന്നുണ്ട്? യൂണിയനും വരുന്നുണ്ട്, ഇൻ്റർസെക്ഷനും വരുന്നുണ്ട്. നമ്മളിതിപ്പം എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുന്ന കേസിൽ എങ്ങനെയായിരിക്കും എടുക്കുന്നത്? ഈ എ എന്ത് ചെയ്യാൻ നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എ ബി പ്ലസ് എ സി എന്ന ഇതിൽ കൂടി അതേപോലെയാണ്, അതേ സാധനമാണ് ഇവിടെയും വരുന്നത്. ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് എന്നാണ് പറയുന്നത്. അത് തന്നെ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി, ബി യൂണിയൻ സി ചെയ്തിട്ട് എയുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ കിട്ടുന്നതും, അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എടുത്ത് യൂണിയൻ എ ഇൻ്റർസെക്ഷൻ, അതായത് എ ഇൻ്റർസെക്ഷൻ ബി എടുത്ത് എ ഇൻ്റർസെക്ഷൻ സിയും എടുത്ത് അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ കിട്ടുന്നതും എന്ത് തന്നെയായിരിക്കും? എ ഇൻ്റർസെക്ഷൻ സി എടുത്ത് അതിൻ്റെ രണ്ടിൻ്റെയും യൂണിയൻ എടുക്കുമ്പോൾ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി, ബി യൂണിയൻ സി എടുത്തതിന് ശേഷം എ ആയിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ തന്നെയായിരിക്കും എ ഇൻ്റർസെക്ഷൻ ബിയും എ ഇൻ്റർസെക്ഷൻ സിയും എടുത്തിട്ട് അതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഡിഫറൻസ് ആണ്. ഡിഫറൻസും കൂടെ ആകുമ്പോൾ ഏകദേശം ഈ ചാപ്റ്റർ തീരും. ഈ ഡിഫറൻസ് എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു വെൻ ഡയഗ്രത്തിൽ കൂടെ തന്നെ ആദ്യം പഠിക്കാം. വെൻ ഡയഗ്രാം ആദ്യം വരയ്ക്കുവാണ്. ഇവിടെ എ എന്ന് പറയുന്നതും ഇവിടെ ബി എന്ന് പറയുന്ന ഒരു സെറ്റും വരച്ചു, എ എന്ന് പറയുന്ന സെറ്റ്. ഇനി ഇവിടെ നമുക്ക് വരുന്ന ഡിഫറൻസ്, അതായത് എ മൈനസ് ബി. എയിൽ നിന്ന് എന്ത് ചെയ്യണം? ബി മൈനസ് ചെയ്യണം. എ എന്ന് പറയുന്നത് ഈ റെഡ് ഫുള്ളാണ് എ. റെഡ് സർക്കിളിൻ്റെ അകത്ത് വരുന്നതാണ് എ, ഗ്രീൻ സർക്കിളിൻ്റെ അകത്ത് വരുന്നതാണ് ബി. അപ്പം എ മൈനസ് ബിയിൽ എന്തൊക്കെ വരും? എക്ക് ഫുള്ള് വരും. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ ബി ഫുള്ള് മൈനസ് ചെയ്യണം. ബി ഫുള്ള് മൈനസ് ചെയ്യുമ്പോൾ എയിൽ നിന്നാണ് മൈനസ് ചെയ്യണം. അപ്പം ഈ ഭാഗം മൈനസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്? എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള കുറച്ച് പോർഷൻ ഉണ്ട്. അപ്പം ബി മൈനസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? അതും മൈനസ് ആയി പോവും. അപ്പം നമുക്ക് എത്ര മാത്രമേ ബാക്കി വരത്തുള്ളൂ? ഇതാ ഇവിടെ ഈ പോർഷൻ എല്ലാം പോയിട്ട് ആ സർക്കിളിൻ്റെ അകത്തുള്ള സർക്കിളിൽ ഈ കോമൺ ആയിട്ടുള്ള പോർഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുറച്ച് പോർഷൻ മാത്രമേ എന്ത് വരത്തുള്ളൂ? എ ഇൻ്റർസെക്ഷൻ ബി എടുക്കുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞുതരാം. എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഫുൾ ഏരിയയാണ് എ. ഈ ഫുൾ ഏരിയയാണ് എ എന്ന് പറഞ്ഞ സെറ്റ് എന്ന് വെച്ചോ. ഇനി അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞ സെറ്റാണ് ഈ ഫുള്ള്. അപ്പം എയിൽ നിന്ന് ബി മൈനസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബി ഫുള്ളായിട്ട് അങ്ങ് മൈനസ് ചെയ്യും. ബി ഫുള്ളായിട്ട് ഇതാ മൈനസ് ചെയ്തു. ഇത്രയും ഞാൻ എടുത്ത് കളഞ്ഞു. ഇത്രയും എടുത്ത് കളയുമ്പോൾ ഇവിടെ പിന്നെ എയിൽ എത്രയാണ് ബാക്കിയുള്ളത്? എയിൽ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബിയിലെ കുറച്ച്, ബിയിലും എയിലും കൂടുതൽ ഒരുമിച്ചുണ്ടായിരുന്ന കുറച്ച് ഭാഗം പോയതിനു ശേഷം ബാക്കിയുള്ളതും മാത്രമല്ലേ കാണുള്ളൂ. അപ്പം എ മൈനസ് ബി ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? എ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് എയിൽ നിന്ന് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള പോർഷനും പോയി കഴിയുമ്പോൾ എന്താണോ ബാക്കി വരുന്നത് അതായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനെ നമ്മൾ എന്തായിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എ മൈനസ് ബി ആയിട്ട് തന്നെ ഈ ഡിഫറൻസ് ഓഫ് സെറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു
മാത്തമാറ്റിക്കൽ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട് സെറ്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ് 1 2 3 4 5 6 ആണ്. ബി എന്ന് പറഞ്ഞ സെറ്റ് 2 4 6 8 ആണ്. അപ്പോൾ എ മൈനസ് ബി കണ്ടുപിടിക്കാനായിട്ട് എ മൈനസ് ബി ചെയ്യുമ്പോൾ എക്കകത്ത് ഇത്രയുണ്ട്, ബിക്കകത്ത് എന്തുണ്ട് 2 ഉണ്ട്. അപ്പോൾ ആ 2 ഇവിടെ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ബിക്കകത്ത് എന്തുണ്ട്, ഒരു 4 ഉണ്ട്, ആ 4 എന്ത് ചെയ്യണം, എന്ന് മൈനസ് ചെയ്യണം. ബിക്കകത്ത് ഒരു 6 ഉണ്ട്, ആ 6 മൈനസ് ചെയ്യണം. ബിക്കകത്ത് ഒരു 8 ഉണ്ട്, പക്ഷേ 8 ഇവിടെ മൈനസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്ത് എത്ര 8 ഇല്ല. അപ്പോൾ നമുക്ക് ബാക്കി എത്ര കിട്ടി, 1ഉം 3ഉം 5ഉം ആണ് കിട്ടിയത്. ഇനി തിരിച്ച് ബി മൈനസ് എ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ബിയിൽ നിന്നാണ് എ മൈനസ് ചെയ്യുന്നത്. അപ്പോഴും ഇവിടെ എന്താ കോമൺ ആയിട്ട് വരുന്നതെല്ലാം പോവും. ബാക്കി ബിയിൽ എന്തുണ്ടെന്നാണ് നോക്കുന്നത്. ബിയിൽ എന്തേ ഉള്ളൂ, 8 ഉള്ളൂ. അപ്പം നമുക്കിവിടെ എ മൈനസ് ബിയും ബി മൈനസ് എയും എന്തായിട്ട് കിട്ടിയില്ല, സെയിം ആയിട്ട് കിട്ടിയില്ല. അപ്പം ഇതിൽ എന്ത് ചെയ്യത്തില്ല, എ മൈനസ് ബി ഈക്വൽ ടു ബി മൈനസ് എ എന്ന് വരത്തില്ല. കാരണം ഇവിടെ ബിയിലുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മൈനസ് ചെയ്തതിന് ശേഷം ബിയിൽ എന്ത് ബാക്കിയുണ്ടെന്നാണ് നോക്കുന്നത്. എ ആണ് ആദ്യം പറഞ്ഞെങ്കിൽ എയിൽ എന്ത് ബാക്കിയുണ്ടെന്നാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാത്ത, രണ്ടിനും കോമൺ ആയിട്ട് വരാത്തത്. ഇനി ഇതിൻ്റെ തന്നെ ഇപ്പം നമ്മൾ കോംപ്ലിമെൻ്ററി സെറ്റാണ് നോക്കിയത്. ഇനി ഇതിൻ്റെ കുറച്ച് ഓപ്പറേഷൻസ് ആണുള്ളത്. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലിമെൻറ്റിനെ അത് പറഞ്ഞു നമ്മളിപ്പോൾ എന്താ ഡിഫറൻസ് ആണ് നോക്കിയത്. ഇനി അടുത്ത് നമുക്കുള്ളതാണ് കോംപ്ലിമെൻ്ററി സെറ്റ്. കോംപ്ലിമെൻ്ററി സെറ്റ് എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സെറ്റിൻ്റെ അകത്ത് ഒരു എ എന്ന് പറയുന്ന, ഈ ഒരു യൂണിവേഴ്സൽ സെറ്റിൻ്റെ അകത്ത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. അതിന് എന്താ ഇവിടെ റെഡിലും മാർക്ക് ചെയ്യണം. അപ്പം എ കോംപ്ലിമെൻ്റ് ആണ് ഞാൻ എപ്പോൾ എടുക്കുന്നതെങ്കിൽ എ കോംപ്ലിമെൻറ്റിനെ നമ്മൾ മുകളിലൊരു അപ്പോസിഫിയോ ഒരു മുകളിലൊരു മാർക്കായിട്ടാണ് ഇങ്ങനെ എ നമ്മൾ സ്ക്വയർ ഒക്കെ ചെയ്തില്ല, അതേപോലെ ഒരു എ ഡാഷ് ആയിട്ടാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ എ ഡാഷ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, എ കോംപ്ലിമെന്റ് എന്നും പറയാം. അപ്പോൾ ഈ എ കോംപ്ലിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, എയിൽ നിന്നും അല്ല, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ സെറ്റ് ഏതിൽ നിന്ന് കുറയ്ക്കണം, യൂണിവേഴ്സലിൽ നിന്നും എ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് എ കോംപ്ലിമെന്റ്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഈ പച്ച ഫുള്ളാണ് യൂണിവേഴ്സൽ. അതിൽ നിന്നും എ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, ഈ പോർഷൻ ആയിരിക്കും. ഞാനിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ പച്ച കളർ മാർക്ക് ചെയ്തേക്കുന്ന പോർഷനാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് നമുക്ക് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ കൂടാതെ ബാക്കി എത്രയുണ്ടോ അതിനെല്ലാം വരുന്നത് ഏതിൽ വരും, എ കോംപ്ലിമെന്റിനകത്ത് വരും. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 വരെയാണ്. എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 5 7 9 ആണ്. 1 2 ഇല്ല, 1 3 5 7 9 ആണ്. അപ്പം എ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ എന്ത് വരും, ഈ 1 ഇവിടെ നിന്ന് കട്ടായി പോകും, ഇവിടെ 2 ഇല്ല, 2 വരും. ഈ 3 എന്ത് ചെയ്യും, കട്ടായി പോവും. ഈ 5 എന്ത് ചെയ്യും, കട്ടായി പോവും. ഈ 7 എന്ത് ചെയ്യും, കട്ടായി പോവും. ഈ 9 എന്ത് ചെയ്യും, കട്ടായി പോവും. ബാക്കി എന്തൊക്കെ ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. അപ്പം എ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, 2 4 6 8 10 ആയിരിക്കും എ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ കിട്ടുന്നത്. അതായത് എന്ത് ചെയ്താൽ മതി, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന സെറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ ആണ് കിട്ടുന്നത്, അതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് കുറച്ച് ഓപ്പറേഷൻസും കൂടെ പഠിക്കാനുണ്ട്. അതിൽ ആദ്യം വരുന്നതാണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഗ്രാഫിൽ തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടും. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എ യൂണിയൻ എ ഡാഷ്. ഞാൻ എന്താ ഇവിടെ ഒരു എ എന്ന് പറയുന്ന സെറ്റ് വരച്ചു. ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ് എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള എലമെന്റ്സ് ആയിരിക്കുമല്ലോ എ. അപ്പം എ യൂണിയൻ എ കോംപ്ലിമെന്റ്. എ എന്ന് പറഞ്ഞാൽ ഇതാണ്, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്, ടോട്ടൽ യൂണിവേഴ്സൽ സെറ്റ് അല്ലേ കിട്ടുന്നത്. അതാണ് എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും കിട്ടുന്നത്, നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി അതേപോലെ എ ഇന്റർസെക്ഷൻ എ ഡാഷ്
എ ഇന്റർസെക്ഷൻ എയുടെ എ എന്ന് പറഞ്ഞാൽ എന്ത് വരുള്ളൂ, ഈ എക്കകത്തുള്ള പാർട്ടും എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എക്ക് പുറത്തുള്ള പാർട്ടും, ഈ പുറത്തുള്ള ഈ ഈ പാർട്ടുമാണ് വരുന്നത്. ഇത് തമ്മിൽ കോമൺ ആയിട്ട് ഒന്നും ഷെയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്, നൾ സെറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഒരു ഫൈ അല്ലെങ്കിൽ ഒരു നൾ സെറ്റ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഡി മോർഗൻസ് ലാ. ഡി മോർഗൻസ് ലാ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഗ്രാഫിൽ നിന്ന് കാണിച്ചു തരാം. ഇതൊരു വെൻ ഡയഗ്രമാണ്. ഇവിടെ രണ്ട് സെറ്റ് ഉണ്ടെന്ന് വെച്ചോ. ഒന്ന് എയും ഒന്ന് ബിയും. ഒന്ന് എയും ഒന്ന് ബിയും. അപ്പൊ എ യൂണിയൻ ബി ആദ്യം എടുക്കണം. എ യൂണിയൻ ബി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമോ, എ യൂണിയൻ ബി എടുക്കുമ്പോൾ നമുക്ക് ഏത് പോർഷൻ കിട്ടും, എന്റെ ഫുൾ പോർഷൻ കിട്ടും, യൂണിയൻ ബിന്റെ ഫുൾ പോർഷൻ കിട്ടും, ഫുള്ളിന്റെ. എയും ബിയും കൂടെ ചേർന്ന് എത്ര സ്പേസ് എടുക്കുന്നു ആ സ്പേസ് ഫുൾ എന്ത് കിട്ടും, എ യൂണിയൻ ബി കിട്ടും. ഇനി അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, അത് പോയിട്ട് ബാക്കിയുള്ളത് അതിന് എന്തായിട്ട് ബ്ലാക്കിൽ മാർക്ക് ചെയ്യുകയാണ്. അത് പോയിട്ട് ബാക്കി എത്ര സ്പേസ് ഉണ്ട്, ഈ സ്പേസ് ഫുൾ എന്തായാലും വരുന്നത് അതിൻ്റെ അകത്താണ് വരുന്നത്. ഈ സ്പേസ് ഫുള്ള് അതിൻ്റെ അകത്ത് വരും. അപ്പം എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ പോർഷനാണ് ഈ ബ്ലാക്ക് പോർഷൻ. അതേപോലെ തന്നെ നമുക്ക് ഒന്നും കൂടെ നോക്കാം, അടുത്ത് നോക്കാം എ കോംപ്ലിമെന്റ് എന്താണെന്ന് നോക്കാം. അതിനാദ്യം ഇവിടെ അടുത്തൊരു വെൻ ഡയഗ്രം വരയ്ക്കുകയാണ്. അതിൽ ഇവിടെ ഒരു എ എന്ന് പറഞ്ഞ സെറ്റ് വരച്ചു, ഇവിടെ ഒരു ബി എന്ന് പറഞ്ഞ സെറ്റ് വരച്ചു. ഇനി എ അതിൽ നമുക്ക് ആദ്യം വേണ്ടത് എ കോംപ്ലിമെന്റ് ആണ്. എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എ കൂടാതെ ബാക്കി വരുന്നില്ല. എ കൂടാതെ ബാക്കി വരുന്നതെന്ന് പറയുമ്പോൾ എന്ത് വരും, ഇത് ഇങ്ങനെ എക്കകത്ത് വരാതെ ബാക്കി പുറത്തുള്ള എല്ലാ സാധനവും വരും. അതേപോലെ തന്നെ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പം ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഈ സെറ്റ് ഈ പച്ചയാണ് ബി എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ബി കൂടാതെ ബിക്ക് പുറത്ത് പറഞ്ഞ എല്ലാം വരും, പുറത്ത് പറഞ്ഞ എല്ലാം വരും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ ആണ്. ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ വരുമ്പോൾ നമ്മൾ ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം എന്ത് വരും. ഇത് രണ്ടില് ഇവിടെ എന്തല്ല, ഇവിടെ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ, ഇവിടെ വയലറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഏത് ഭാഗം പുറത്ത് നിൽക്കും, ഈ ഭാഗവും വരത്തില്ല, ഇത്രയും ഭാഗം വരത്തില്ല, ഇത്രയും ഭാഗം എന്ത് വരത്തില്ല, ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ വരത്തില്ല. ബാക്കി വയലറ്റും ബ്ലാക്കും കൂടെ നമ്മൾ കാണുന്ന ഭാഗം, ഞാനതിനെ ബാക്കി വയലറ്റ് കൊണ്ട് തന്നെ മാർക്ക് ചെയ്യാം. ഈ വയലറ്റിൽ കാണുന്ന ബാക്കി ഫുൾ ഭാഗവും വരും. ഈ നീലയിൽ കാണുന്ന ഭാഗമല്ലാതെ ബാക്കി വയലറ്റ് കാണുന്ന ഫുൾ ഭാഗവും വരും. അത് തന്നെയല്ലേ നമുക്ക് നേരത്തെയും കിട്ടിയത്. അപ്പം എ യൂണിയൻ അതാണ് നമുക്ക് നേരത്തെയും കിട്ടുന്നത്, നേരത്തെയും കിട്ടിയത്. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് എന്ത് മനസ്സിലായി, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താണ്, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് മനസ്സിലായി. ഇതേപോലെ തന്നെ തിരിച്ചും വരാം. എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരാം, എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് വരാം. ഇപ്പൊ ഈ നമ്മൾ വരച്ചതുപോലെ തന്നെ വരച്ച് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവുന്നതാണ്. ഇനി ഡബിൾ കോംപ്ലിമെന്റ് റൂൾ, അതായത് എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എ ഇല്ലാതെ ബാക്കിയില്ല, അതിന്റെ വീണ്ടും കോംപ്ലിമെന്റ് എടുത്താൽ ആ ബാക്കിയെല്ലാം പോയിട്ട് എന്ത് വരും, എ വരും. അതാണ് ഡബിൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ 5 സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്താണ്, യൂണിവേഴ്സൽ സെറ്റും യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്താണ്, 5 സെറ്റുമാണ്. ഇത്രയാണ്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ പഠിച്ചെന്നൊന്നും കൂടെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മളിതിൽ എന്തൊക്കെ പഠിച്ചെന്നൊന്ന് ഓടിച്ച് നോക്കാം. ഇതിൽ ആദ്യം എന്താ പഠിച്ചത്, സെറ്റ് എങ്ങനെ മാർക്ക് ചെയ്യാന്നൊക്കെയാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അതിൽ സെറ്റിന്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെ ചെയ്യും, റോസ്റ്റർ ഫോം എന്താണ്, സെറ്റ് ബിൽഡർ ഫോം എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു. പിന്നെ എൻ എന്താണ്, ഇസഡ് എന്താ, ക്യൂ എന്താണ്, ആർ എന്താണെന്ന് പഠിച്ചു. ഇൻഫിനിറ്റി സെറ്റ്, ഫൈനൈറ്റ് സെറ്റ്, എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സെറ്റ്, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ നമ്പേഴ്സ് ഓഫ് എലമെന്റ് ആയിരിക്കും, ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി നമ്പർ ഓഫ് എലമെന്റ് ആയിരിക്കും.
ഈക്വൽ സെറ്റ് എന്താണെന്ന് പഠിച്ചു, യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് പറഞ്ഞു തന്നു, സബ്സെറ്റ് എന്താണെന്ന് പഠിച്ചു, പിന്നെ വെൻ ഡയഗ്രാം പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചതാണ് യൂണിയൻ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്കകത്തുള്ള എല്ലാ എലമെൻറ്റും ബിക്കകത്തുള്ള എല്ലാ എലമെൻറ്റും ഒരുമിച്ച് വരുന്നത്, അത് രണ്ടും കൂടെ ചേർത്ത് ഒരു സെറ്റ് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നതാണ് എ യൂണിയൻ ബി. ഇനി എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്, എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എല്ലാ എലമെൻറ്റും ചേർത്ത് ഒരു സെറ്റ് ഉണ്ടാക്കുന്നതാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചു, അതേപോലെ യൂണിയൻ്റെ കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചു. അത് കഴിഞ്ഞ് പഠിച്ചതാണ് ഡിഫറൻസ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റ് മൈനസ് ചെയ്യാനായിരിക്കും പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സെറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, മറ്റേ ബാക്കി ആദ്യത്തെ രണ്ട് സെറ്റിലുള്ളതിൻ്റെ കോമൺ പോർഷൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. അതായത് രണ്ട് സെറ്റിൽ കോമൺ ആയിട്ടുള്ള പോർഷൻ മൈനസ് ചെയ്തിട്ട് ആദ്യത്തെ സെറ്റിൽ ബാക്കി എത്ര ഉണ്ടോ അതാണ് എ മൈനസ് ബി. ഇനി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് കൂടാതെ ബാക്കി എത്ര ഭാഗമാണോ അതിൽ ബാക്കിയുള്ളത്, ബാക്കി എന്താണോ യൂണിവേഴ്സൽ സെറ്റിൻ്റെ അകത്ത് ബാക്കിയുള്ളത് അതാണ് എ കോംപ്ലിമെൻ്റ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, യു മൈനസ് എ കൊടുത്ത് ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും, എ കോംപ്ലിമെൻറ്റിൻ്റെ ആൻസർ കിട്ടും. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസുമായിട്ട് അടുത്ത വീഡിയോ നോക്കാം.